OnePlus പൊതുവേ ചെയ്യാറുള്ളൊരു പരിപാടിയാണ് ഏതെങ്കിലും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കുക എന്നുള്ളത്. OnePlus 60ക്ക് ഒരു മെക്ലാരൻ എഡിഷൻ ഉണ്ടായിരുന്നു, 6ന് ഒരു അവഞ്ചർ എഡിഷൻ ഉണ്ടായിരുന്നു, OnePlus വാച്ചിന് ഒരു ഹാരി പോട്ടർ എഡിഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ കൈകളിൽ OnePlus NORD 2 5Gയുടെ PAC-MAN എഡിഷൻ കിട്ടിയിട്ടുണ്ട്. PAC-MAN എഡിഷൻ മീൻസ് PAC-MAN ഗെയിം അറിയാവോ, അതിൻ്റെ തീമിലുള്ള ഫോണാണ് ഇതെന്ന് പറയുന്നത്. PAC-MAN എഡിഷൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ പെട്ടിയുടെ തീം നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിൽ PAC-MAN ഡോട്ടുകളും PAC-MAൻ്റെ ബ്രാൻഡിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OnePlusൻ്റെ ബ്രാൻഡിങ്ങും ഉണ്ട്. ആൻഡ് ഇവിടെ ആയിട്ടൊരു മഞ്ഞ സ്റ്റിക്കർ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പൊതി തുറക്കുന്നത് പോലെ, അതായത് നമ്മൾ പൊതിച്ചോറ് തുറക്കൂലേ, അതേപോലെ തുറന്നു വരുന്ന സമയത്ത് വേറൊരു പെട്ടിക്കകത്താണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ PAC-MAN തീമിലുണ്ടാക്കിയ ഒരു പൊതി എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ പൊതി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബോക്സ് വന്നിട്ടുണ്ട്. PAC-MAN എന്നുള്ള ബ്രാൻഡിങ് വളരെ കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OnePlus ബ്രാൻഡിങ് കറുത്ത കളറിൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പിന്നെ ഇവിടെ നമ്മുടെ OnePlus NORD 2 X PAC-MAN TM എഡിഷൻ എന്നും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വീണ്ടും സിമിലർ ആയിട്ടുള്ള PAC-MAN ബ്രാൻഡിങ്ങും OnePlus ബ്രാൻഡിങ്ങും. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ യൂസർ മാനുവൽ, സേഫ്റ്റി ഇൻഫർമേഷൻ, മെമ്പർഷിപ്പ് കാർഡ്, അതുപോലെ തന്നെ വെൽക്കം കാർഡ്, പിന്നീട് ഒരു സ്റ്റിക്കർ, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ദിസ് വേ നോഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു നല്ല രസമുണ്ട് അത് എഴുതിയിട്ടുള്ളത്. ബ്രാൻഡിങ്ങോട് കൂടിയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അതൊന്ന് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല, നമ്മുടെ ചാർജറാണ് ഇരിക്കുന്നത്. ചാർജറിനാണ് ഇത്രയും ഹൈപ്പ്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള പാട്ട് നമ്മുടെ ഫോൺ നമ്മൾ ആ സ്റ്റിക്കർ ഇളക്കുവാണ്. സ്റ്റിക്കറല്ല, പ്ലാസ്റ്റിക് കവർ. നമ്മുടെ OnePlus NORD 2 5Gയുടെ നോർമൽ എഡിഷൻ ഒരു മാറ്റ് സർഫസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്ലോസി സർഫസിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ ഓരോ ഡോട്ടുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ PAC-MAN ലോഗോ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ തൊട്ട് താഴെ. പിന്നെ OnePlusൻ്റെ ബ്രാൻഡിങ് ഏറ്റവും താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടെ നോക്കിക്കഴിഞ്ഞാൽ PAC-MAN ബ്രാൻഡ് ആൻഡ് നെംകോ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ക്യാമറ ബമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്, OnePlus X PAC-MAN. ഇനി നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ PAC-MAN തീമിലുള്ള OnePlus NORD 2 5G നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആനിമേഷനും ഇവിടെ കാണാനായിട്ട് പറ്റും. PAC-MAN ഇങ്ങനെ തിന്ന് തീർക്കുന്നതായിട്ടുള്ളൊരു ആനിമേഷൻ. OnePlus പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ടുള്ള കുറേ മിഷൻസ് ഉണ്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റിവാർഡ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഗൂഗിൾ ഐക്കൺസ് ഒഴിച്ച് ബാക്കി OnePlusൻ്റേതായിട്ടുള്ള ഐക്കൺസ് എല്ലാം PAC-MAN തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ക്യാമറ ഐക്കൺ ആയാലും ഗാലറി ഐക്കൺ ആയാലും എല്ലാം നമ്മുടെ PAC-MAN തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു PAC-MAN ഗെയിം കളിക്കും പോലെ തന്നെ ബ്ലൂ കളർ ബോർഡറിൽ യെല്ലോ തീമിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എബൌട്ട് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മുടെ OnePlus NORD 2 5G പോലെ തന്നെ Dimensity 1200 റൺ ചെയ്യുന്നത് പ്രൊസസ്സർ Dimensity 1200 ആണ്. സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്നത് 12 GB റാമും അതുപോലെ തന്നെ 256 GB ഇൻ്റർണൽ സ്റ്റോറേജും ആണ്. റൺ ചെയ്യുന്ന OS എന്ന് പറയുന്നത് Oxygen OS 11.3 ആണ്. അപ്പോൾ 12ലേക്കൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വളരെ ഫ്രാങ്ക് ആയിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് OnePlus NORDൻ്റെ നോർമൽ എഡിഷനേക്കാളും PAC-MAN എഡിഷൻ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പൊതുവേ നമ്മുടെ OnePlus കുറച്ച് നാളായിട്ട് വന്നുകൊണ്ടിരുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് OnePlus NORD 2 PAC-MAN എഡിഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ OnePlus NORD 2ൻ്റെ PAC-MAN സീരീസാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. ഈ ഒരു ഡിവൈസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് വെർത്താണോ, അല്ലെങ്കിൽ ഒരു PAC-MAN ഫാൻ ഈ ഒരു ഫോണ് വാങ്ങുമോ എന്നുള്ള നിങ്ങളുടെ എന്ത് ആണോ ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായം അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു രക്ഷയില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ മാരകം. ഇതൊന്ന് ഷെയർ ചെയ്താലോ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് നല്ല കാലം മാത്രമേ വരുള്ളൂ. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ കാണാം. ബൈ.